ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ പുതിയ ഒരു ചാനലാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇന്നും ക്രൈം സ്റ്റോറി തന്നെയാണ് പറയുന്നത്. റിയൽ ആയിട്ടുള്ള ക്രൈം സ്റ്റോറീസാണ് ഞാൻ പറയണത്. അപ്പോൾ അത് തെലുങ്ക് ആക്ട്രസ് പ്രത്യുഷയുടെ മരണത്തിനെ കുറിച്ചാണ്. ആ ഒരു ഒരു കേസിൻ്റെ വിധി വന്നത് കഴിഞ്ഞ ഫെബ്രുവരി 16-നാണ്. 2026 തന്നെ സുപ്രീം കോടതി ജഡ്ജി വന്നത് ഇങ്ങനെയാണ് അവർ ഈ പറയുന്ന തെലുങ്ക് ആക്ട്രസ് പ്രത്യുഷ മരിച്ചിരിക്കുന്നത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നാണ്. അതേപോലെ തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഈ പ്രത്യുഷയുടെ കാമുകനായിട്ടുണ്ടായിരുന്ന സിദ്ധാർത്ഥ് റെഡ്ഡിക്ക് 5 വർഷത്തെ തടവാണ് വിധിച്ചത്. അത് വെട്ടിക്കുറച്ച് പിന്നീട് 2 വർഷവും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സുപ്രീം കോർട്ട് ശരിക്കും റൂൾഡ് ഔട്ട് ചെയ്ത 2 കാര്യങ്ങളാണ് മർഡറും അതേപോലെ തന്നെ ഗ്യാങ് റേപ്പും. ശരിക്കും ഇങ്ങനെയൊന്നും കൊലപാതകമോ അല്ലെങ്കിൽ ഗ്യാങ് റേപ്പോ നടന്നിട്ടില്ല. അതിന് മതിയായ തെളിവുകളില്ല. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഇതൊരു സൂയിസൈഡ് തന്നെയാണ് എന്നാണ് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ വന്ന ഈ കുട്ടി മരിക്കുമ്പോൾ 2002 ഫെബ്രുവരി 23-നാണ് ഈ കുട്ടി മരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി മരിച്ച അന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടി ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അതേപോലെ തന്നെ കഴുത്ത് ഞെരിച്ചാണ് ആ കുട്ടിയെ കൊന്നിരിക്കുന്നത് എന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കംപ്ലീറ്റ് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റാണ് ഇവിടെ വന്നത്. അപ്പോൾ എന്തായാലും ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പിന്നീട് ഈ പറയുന്ന കേസിൽ പ്രതിയായിട്ട് വന്നിരുന്ന ഒരു മന്ത്രിപുത്രനുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഏത് കേസിൽ പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു കേസ് തിരിമറിയും അട്ടിമറിയൊക്കെ നടക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ കേസ് CBIക്ക് വിട്ടു. എങ്കിലും CBIക്ക് വിട്ടിട്ട് ആ അന്വേഷണത്തിൻ്റെ അവസാനവും ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതേപോലെ ഒരു ആത്മഹത്യയാണ് ഇതൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലെത്തുകയും ആ നിഗമനത്തിനെ സുപ്രീം കോർട്ട് ശരിവെക്കുകയും ചെയ്യുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ജഡ്ജ്മെൻ്റൊക്കെ നമ്മുടെ മലയാളികൾക്ക് പരിചയമായിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ മലയാള ആക്ട്രസ് ഭാവനയുടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ഭാവനയും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് അതിൻ്റെ സത്യങ്ങൾ കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും പറയാണ് അതിൽ കുറേ ദുരൂഹതകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയൊക്കെയാണ് ഇവിടെ പ്രത്യുഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി ദേവിയും. അവരും അവരുടെ മകള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ആ മരിക്കുന്ന ദിവസം 2002-ലാണ് മരിക്കുന്നത്. മരിക്കുമ്പോൾ ഈ പ്രത്യുഷയുടെ പ്രായം വെറും 20 വയസ്സ് മാത്രമായിരുന്നു. ഈ 2002 മരിക്കുമ്പോൾ ഈ പറയുന്ന പെൺകുട്ടി അന്നേ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നല്ല ഹാപ്പി മൊമെൻറ്റിലൊന്നും നമ്മൾ ആരും അല്ലേ ആത്മഹത്യ ചെയ്യുന്ന ആരും അങ്ങനെയൊന്നും തീരുമാനിക്കത്തില്ലല്ലോ. കരിയറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഡെവലപ്മെൻ്റ് ഉള്ള ആ ഒരു ടൈമിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ രസത്തിന് ആരും ആത്മഹത്യ ചെയ്യത്തില്ലല്ലോ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ പ്രത്യുഷയുടെ അമ്മയും പറയണത്. മരിക്കുന്ന അന്ന് ഈ പെൺകുട്ടി നല്ല ഹാപ്പി ആയിരുന്നു, നല്ല ഹാപ്പി ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോയതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യണത് എന്നാണ് ഈ പറയുന്ന പ്രത്യുഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി ദേവി ചോദിക്കുന്നത്. എന്തായാലും ഇതൊരു മർഡർ ആണോ അതോ അതൊരു സൂയിസൈഡ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ കുട്ടിയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രത്യുഷയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിയുടെ ഫാദർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഈ പ്രത്യുഷയുടെ ഒരു ബ്രദറാണുള്ളത്. അപ്പോൾ പ്രത്യുഷേനെയും ആ ബ്രദറിനെയും വളർത്തിയത് അമ്മയായിട്ടുള്ള സരോജിനി ദേവിയാണ്. അമ്മയ്ക്ക് ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോൾ അറിയാലോ മക്കളെ എങ്ങനെയായിരിക്കാം വളർത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ അവൻ്റെ ഒരുപാട് നല്ല കെയർ ചെയ്ത് നല്ല രീതിയിൽ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നന്നായി വരണം, ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയ മക്കളാണ്. അപ്പോൾ ഏതായാലും ഈ പ്രത്യുഷ അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ ആൾ ഉൾവലിഞ്ഞ സ്വഭാവക്കാരി അങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ ഹാപ്പി ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികളിലും എല്ലാ കലാപരമായിട്ടുള്ള കഴിവുകളും
അതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പം പഠിക്കാനും മിടുക്കിയായിട്ടുള്ള ഒരു അതിനേക്കാളുപരി നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ പറയുന്ന പ്രത്യുഷ. ഇങ്ങനെ ഒരു നല്ല പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യുഷ വളർന്നത്. പിന്നീട് ഡിഗ്രി ഒരു ടൈമിലാണ് മിസ് ലവ്ലി സ്മൈലി എന്ന് പറയുന്ന തെലുങ്ക് TV പ്രോഗ്രാമിൽ അവർക്കൊരു ചാൻസ് കിട്ടുന്നത്, റിയാലിറ്റി ഷോയിൽ. അപ്പോൾ ആ ഒരു ഷോയിൽ ഇവർ വിന്നറാവുകയും ചെയ്തു. അപ്പം അവരുടെ സ്മൈലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരാണ് അന്നുണ്ടായിരുന്നത്. നമുക്കറിയാലോ, റിയാലിറ്റി ഷോ പോലെയുള്ള കാര്യങ്ങൾക്ക് വിന്നറായിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ ഒട്ടും കുറവല്ലല്ലോ. ഈ പറയുന്ന വിന്നറിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അത് തന്നെ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവർക്കത്. അതിലൂടെ അവരുടെ ആ കരിയർ ഡെവലപ്പായി എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് അവർക്കൊരു 1998 അവർക്ക് മോഹൻ ബാബു എന്ന് പറയുന്ന നടൻ്റെ കൂടെ തന്നെ ഒരു ഹിറ്റ് സിനിമ ചെയ്യാനുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി വരെയും അവരതിനകത്ത് അഭിനയിക്കുകയും ഹിറ്റാവുകയും ഫസ്റ്റ് പടം തന്നെ ഹിറ്റാവുകയും ചെയ്തു. പിന്നീട് അവർക്ക് 2002 വരെ ആ ഒരു ഇയറിലാണല്ലോ അവർ മരിക്കുന്നത്, 20 വയസ്സിൽ. ആ ഒരു ഇയർ വരെയും അവർ തെലുങ്കിലും തമിഴിലും സൂപ്പർ ഹിറ്റ് മൂവികളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 10ലധികം സൂപ്പർ ഹിറ്റ് മൂവികളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് നമ്മുടെ പ്രത്യുഷ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ കുട്ടി മരിക്കുന്ന അന്ന് 2002 ഫെബ്രുവരി 23 അവർക്കൊരു ഡയറക്ടറിൻ്റെ കോള് വരികയാണ്, തേജയുടെ. അപ്പോൾ ഒരു ജയം രവി മൂവിയിലേക്ക് അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ കോളിൽ നിന്ന് അവർക്ക് കിട്ടിയത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്രയും നല്ലൊരു ചാൻസ് കിട്ടിയതിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് അവർ തൻ്റെ അമ്മയോട് തന്നെയാണ് ആദ്യം ഷെയർ ചെയ്തത്. അമ്മ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ളൊരു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഒരു അമ്മ. അപ്പോൾ അമ്മയോട് തന്നെ ഷെയർ ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർ ഈ ഒരു ഫിലിമിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫിലിമിൻ്റെ കാര്യങ്ങളുടെ ഡിസ്കഷനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ വീട്ടിൽ നിന്ന് അന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാർലറിൽ കയറിയതിന് ശേഷമാണ് ഈ പറയുന്ന ഡിസ്കഷന് പോകണമെന്ന്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഏകദേശം ഒരു 2.5-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊരു കോൾ വരുന്നത്. മകൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവർ ഇത് അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയാതെ പെട്ടെന്ന് ഇവർ യാത്രയായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അവിടെ നല്ല തിരക്കും, ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും മീഡിയയുടെ തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എന്തായാലും അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർ നടുങ്ങുന്നൊരു ന്യൂസാണ് അവർ തേടി വന്നത്. അവരുടെ മകൾ അപ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവർ കൺഫ്യൂഷനിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രത്യുഷയുടെ കൂടെ പ്രത്യുഷയുടെ കാമുകനായിട്ടുണ്ടായിരുന്ന സിദ്ധാർത്ഥ് റെഡ്ഡി, അവർ ചെറുപ്പം മുതലേ ഉള്ള ഒരു റിലേഷൻഷിപ്പാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സിദ്ധാർത്ഥ് റെഡ്ഡിയും കൂടെ അടുത്തുള്ള സ്ട്രെച്ചറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിദ്ധാർത്ഥ് റെഡ്ഡി കാമുകൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല, റിക്കവറായി, പക്ഷേ മകള് മരിച്ചുപോയി. അപ്പോൾ അവർ ആ ഒരു കൺഫ്യൂഷനിലും ഒക്കെ ആയിട്ട് മകൾ മരിച്ചതിൻ്റെ ഷോക്കിലൊക്കെ നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ഈ സിദ്ധാർത്ഥ് റെഡ്ഡിനെ പോലീസ് അതിനുശേഷം മൊഴിയെടുത്തപ്പം സിദ്ധാർത്ഥ് റെഡ്ഡി, ഈ പ്രത്യുഷയുടെ കാമുകനായിട്ടുള്ള സിദ്ധാർത്ഥ് റെഡ്ഡി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ജീവിക്കാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നവരാണ് പരസ്പരം. ഞങ്ങൾ ജീവിക്കാൻ കുടുംബത്തിലുള്ളവർ സമ്മതിക്കണില്ല, വീട്ടുകാരുടെ എതിർപ്പ് കാരണം ഞങ്ങൾ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടായെങ്കിലും അയാളുടെ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്: അന്നേ ദിവസം 2002 ഫെബ്രുവരി 23 പ്രത്യുഷയെ ബ്യൂട്ടി പാർലറിൽ നിന്നും അയാളുടെ സ്വന്തം കാറിൽ അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പോകുന്ന വഴിക്ക് കീടനാശിനി വാങ്ങിക്കൊണ്ടാണ് പോയത്. അതേപോലെ തന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം ആ കീടനാശിനി രണ്ടുപേരും ചേർന്ന് കീടനാശിനി കഴിക്കുകയും അതിൽ പ്രത്യുഷ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് അയാൾ പറയണത്. അപ്പോൾ ഈ ഒരു നിലപാട് അയാൾ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പെൺകുട്ടി പ്രത്യുഷ മരിച്ചിരിക്കുന്നത് കഴുത്ത് ഞെരിച്ചാണ് അവരെ കൊന്നിരിക്കുന്നത് എന്നാണ്. ഇതൊരു മർഡർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അത് മാത്രമല്ല, ഗ്യാങ് റേപ്പിന് വിധേയമായിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ്. ഇതാണ് അവിടെ പോസ്റ്റ്മോർട്ടത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് പിന്നീട് മുന്നോട്ട് പോയി. ഇപ്പോൾ മർഡർ ആണെന്ന് തന്നെയാണ് സുപ്രീം കോർട്ടല്ല, ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ വന്നത്. ഇതൊരു മർഡർ ആണെന്നാണ്.
പിന്നീട് പറയുന്ന ഈ ഒരു കേസിൽ മന്ത്രിപുത്രനൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ കേസ് പിന്നെയും സുപ്രീം കോടതിയിലേക്ക് പോവുകയും അതിൽ CBI ഏറ്റെടുക്കുകയും ആ അന്വേഷണത്തിൽ ഈ പറയുന്ന പോലെ തിരിമറി നടക്കുകയും ഒക്കെ ചെയ്തത്. ഈ പറയുന്ന പെൺകുട്ടി മരിച്ചിരിക്കുന്നത് ഇതേപോലെ ആത്മഹത്യ ആണെന്ന് തന്നെയാണ്. എന്നാൽ ഈ അമ്മ പറയുന്നുണ്ട് ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. കരിയറിൽ 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ആ ഒരു കുറച്ചും കൂടി ഏജ് ആവട്ടെ, കരിയറിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കല്യാണം കഴിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്ന, നല്ലൊരു മൂവിയിലേക്ക് ചാൻസ് കിട്ടിയിരിക്കുന്ന സമയത്ത് അത്രയും സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ഇവർ ഉറച്ചു നിന്നത്. അങ്ങനെ CBIയുടെ അന്വേഷണം നിൽക്കുമ്പോൾ ഇവർ ഒരുപാട് ഫൈറ്റ് ചെയ്തു. ഈ പറയുന്ന സരോജിനി ദേവി, ഇവരുടെ അമ്മയായിട്ടുള്ള, പ്രത്യുഷയുടെ അമ്മയായിട്ടുള്ള സരോജിനി ദേവി ഒരുപാട് ഫൈറ്റ് ചെയ്തു. എങ്കിലും വന്ന വിധി ഇങ്ങനെയാണ്. 2020 വന്ന വിധി ഇങ്ങനെയാണ്. ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് ആത്മഹത്യയാണെന്നാണ്. എന്താണല്ലേ, ഇങ്ങനെയാണ് സാധാരണക്കാർ എങ്ങനെ വിശ്വസിക്കും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് അല്ലേ? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് സിസ്റ്റമാണ് ഇന്ത്യക്ക് എന്ന് പറയുമ്പോഴും അവിടെ എന്തോരം ലൂപ്പ് ഹോളാണല്ലേ ഉള്ളത്. പണക്കാർക്കും അല്ലേ, മന്ത്രിപുത്രന്മാർക്കും അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർക്കും ഒക്കെ എത്ര ലൂപ്പ് ഹോളാണല്ലേ ഉള്ളത്. പാവപ്പെട്ടവർക്ക് മുന്നിൽ എന്ത് നിയമമാണ് ഉള്ളത്? വളച്ചൊടിക്കപ്പെടുന്ന, ഇതുപോലെ തിരിമറി നടക്കപ്പെടുന്ന ഇത്രയും ഒരു ആക്ട്രസ് ആയിരുന്നിട്ട് പോലും അല്ലേ ഭാവനയ്ക്കൊക്കെ പറ്റിയതുപോലെയൊക്കെ അവിടെയൊക്കെ ഭാവനയുടെ കേസൊക്കെ പറയുമ്പോഴും എനിക്കത്ര ആ ഒരു വിധിയിൽ കറക്റ്റായിട്ടുള്ള നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും പറയാണ്, സാധാരണക്കാരൊക്കെ എപ്പോഴും എന്ത് ഈ പറയുന്ന എല്ലാവരും ഈക്വലാണ് ഇൻ ഫ്രണ്ട് ഓഫ് ലോ എന്ന് പറയില്ലേ, പക്ഷേ എന്ത് ഈക്വാലിറ്റിയാണുള്ളത് ഈ നിയമത്തിൻ്റെ മുന്നിൽ? പണക്കാരും പാവപ്പെട്ടവരും അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ ഇതേപോലെ ഉള്ള വിധിയാണ് വരുന്നത്. ഇപ്പോഴും ആ അമ്മ തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും സുപ്രീം കോർട്ട് കംപ്ലീറ്റ് ആയിട്ട് റൂൾഡ് ഔട്ട് ചെയ്ത 2 കാര്യങ്ങളാണ് മർഡറും അതേപോലെ തന്നെ ഗ്യാങ് റേപ്പും. അത് പിന്നെ സുപ്രീം കോടതി പറഞ്ഞത് ഇതേപോലെ സൂയിസൈഡ് ബൈ പോയിസൺ ഉള്ളിൽ ചെന്നിട്ട് സൂയിസൈഡ് ചെയ്തതാണ് എന്നാണ് സുപ്രീം കോർട്ട് പറയുന്നത്. എന്താണല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഒരു അട്ടിമറിയും തിരിമറിയൊക്കെ വളരെ എളുപ്പത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്നിനും അല്ലേ സത്യങ്ങൾക്ക് ഒരു വിലയില്ലാത്ത ഒരു ജഡ്ജ്മെൻ്റൊക്കെ. എന്തായാലും ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങളോട് പറഞ്ഞത് ഒരു റിയൽ സ്റ്റോറിയാണ്. പിന്നെ തൊട്ടടുത്ത് നടന്ന വിധി വന്ന ഒരു സംഭവം കൂടിയാണല്ലോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇതേപോലെ തന്നെയുള്ള റിയൽ സ്റ്റോറീസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.